ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ഒരു ദൈവിക സന്ദേശമാണ് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാനുള്ള ശക്തമായ സന്ദേശം. ദശാംശം കൊടുത്താൽ നമ്മുടെ ബന്ധനങ്ങൾ അഴിയുമെന്ന് കർത്താവ് നമുക്ക് സന്ദേശമായി തരികയാണ്. കുറേ മക്കളുടെ ബന്ധനാവസ്ഥകൾ, തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ മാറിപ്പോകാത്തതിൻ്റെ ഒരു കാരണമായിട്ട് പരിശുദ്ധാത്മാവ് മിക്കപ്പോഴും പല കൗൺസിലിംഗ് സമയത്തും ശുശ്രൂഷ സമയത്തും ഈശോ വെളിപ്പെടുത്തുക ഈ ദശാംശകടാണ്. അപ്പോൾ ദൈവ ശുശ്രൂഷകളെ നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ സഹായിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് ഈ ആശയം ബൈബിളിൽ കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാം തിരുവചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇത് നമുക്ക് കാണാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ആ വചനഭാഗം. സാലേം രാജാവായ മെൽക്കീസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ. അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, അബ്രാഹാം എല്ലാറ്റിന്റെയും ദശാംശം മെൽക്കീസെദെക്ക് എന്ന പേരുള്ള മഹാപുരോഹിതന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആരുടെ കയ്യിലാണ് ദശാംശം കൊടുക്കേണ്ടത്? ഒരു പുരോഹിതന്റെ കയ്യിലാണ് ദശാംശം കൊടുക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദശാംശം കൊടുക്കേണ്ടത്? ദൈവഭവനം പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദശാംശം കൊടുക്കേണ്ടത്. ഇനി ആർക്കാണ് ദശാംശം കൊടുക്കാൻ സാധിക്കുക?
പണത്തേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ സാധിക്കുക. അതായത് ദശാംശം കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ശുശ്രൂഷയെ വിളിക്കുന്ന പേരാണ് ദശാംശം. അത് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിലൊരു കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട്. അത് നമ്മുടെ അനുഗ്രഹത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കർത്താവ് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ തിരുവചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവനും കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുക. നിങ്ങൾ എന്നെ പരീക്ഷിക്കാനായിട്ട് പറയുക. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അതേ കർത്താവ് തന്നെ പറയുക, നിങ്ങൾ എന്നെ പരീക്ഷിക്കുവിൻ. എങ്ങനെ? ദശാംശം തരാമെന്ന് പറഞ്ഞ് പരീക്ഷിക്കുവിൻ. ഇപ്പോൾ സ്ഥല വിൽപ്പന തടസ്സമുള്ളവർ പരീക്ഷിക്കുകയാണ് ദൈവത്തെ. കർത്താവേ, ഈ സ്ഥലം വിറ്റുപോവുകയാണെങ്കിൽ അതിൽ 10-1 ദശാംശം ഞാൻ ദൈവ ശുശ്രൂഷകൾക്ക് കൊടുക്കാം. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ദൈവ ശുശ്രൂഷകൾക്ക് കൊടുക്കുക ദശാംശം. പാവങ്ങളെ സഹായിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ദാനധർമ്മം. ദൈവ ശുശ്രൂഷകളെ സാമ്പത്തികമായി സഹായിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ദശാംശം. ഇപ്പോൾ പലരും സാമ്പത്തികമായിട്ട് പാവങ്ങളെ സഹായിക്കുന്നുണ്ടാവും, അത് ദാനധർമ്മമാണ്. അതും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ ഈശോ പറയുക. ദൈവത്തിന് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ്, പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കുക, പരീക്ഷിക്കുക. ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ആ ജോലിയുടെ 10-1 ദശാംശം, അല്ലെങ്കിൽ എൻ്റെ ആദ്യ ഫലം, ആദ്യ ശമ്പളം ഞാൻ ദൈവ ശുശ്രൂഷകൾ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നോക്കുകയും ദൈവം അത് സാധിച്ചു തരുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നൊരു അനുഭവം നമുക്ക് വരും. ഇതിനെപ്പറ്റിയുള്ള ബോധ്യം എനിക്ക് എൻ്റെ ശുശ്രൂഷയിൽ ആദ്യകാലത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു സഹോദരനിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്. അദ്ദേഹം എന്നോട് പറയുകയാണ്, അച്ഛൻ്റെ ശുശ്രൂഷയിൽ ഒരിക്കലും ദശാംശത്തെ പറ്റി പറയുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ ദശാംശത്തെ പറ്റി പറയാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദശാംശത്തെ പറ്റി പറഞ്ഞാലാണ്, ആളുകൾ ദശാംശം കൊടുത്താലാണ് അവരുടെ ബന്ധനങ്ങൾ അഴിയുള്ളൂ എന്ന് ദൈവിക സന്ദേശം അദ്ദേഹത്തിലൂടെ കർത്താവ് എനിക്ക് തരികയാണ്. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാം വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അവൻ ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. കണ്ടോ, ഈശോ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ദശാംശം. നമ്മൾ ദശാംശം കൊടുക്കുന്നുണ്ടോ എന്ന് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അച്ഛൻ്റെ ശുശ്രൂഷയിൽ, ധ്യാനത്തിൽ, കൺവെൻഷനുകളിൽ ഈ ദശാംശത്തെ പറ്റി പ്രസംഗിക്കുന്നുണ്ടോ ജനത്തോട്? അത് ദൈവം ശ്രദ്ധിച്ചു. ഞാനത് പറയുന്നില്ല എന്ന് ദൈവത്തിന് മനസ്സിലായി. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ഒരു വ്യക്തിയിലൂടെ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തുകയാണ്, അച്ഛനോട് ഒരു മുന്നറിയിപ്പ് തരികയാണ്, അച്ഛൻ ദശാംശത്തെ പറ്റി പറയണം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരോടും കർത്താവ് തരുന്ന ഒരു സന്ദേശമാണ്, ഈ ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷയെ സഹായിക്കുക. അത് നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കാൻ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മൾ ഏറ്റുപറയുന്ന വചനഭാഗം മർക്കോസ് 12:41 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ
വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദശാംശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരണമേ പരിശുദ്ധാത്മാവേ. പണം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവേ. പണത്തേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവേ. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. ഈ വചനത്തിന്റെ അഭിഷേകം തരണമേ യേശുവേ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, ശബ്ദമായി സ്തുതിക്കുന്നു. ശബ ഹാല ബാല 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 ശബ ഹാല ബാല 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 നായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം 30 മേനി 60 മേനി 100 മേനി ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കട്ടെ. ഹാലുലിയ അലുലിയ 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 അലുലിയ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഓരോ ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. വചനാഭിഷേകം നിറയട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമരൽമ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലേക്ക്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപഥനെ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരണേ, രൂപാന്തരപ്പെടണേ. തിരു രക്തത്താൽ ഞങ്ങളുടെ കഴിയണമേ. സകല ക്ഷുദ്ര മന്ത്രവാദ ആവിചാര ഗുഡോത്ര ദുഷ്ദോഷം പൈശാചക പിടള ബാധകളെ കൈവിഷയങ്ങളെ ഞങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതിയും വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശതനായ ദൈവത്തിന്റെ സത്യ യശനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാവിന്റെ സത്യരും മധ്യസ്ഥാനം നികാ റബ ഗബ്രിയ മലാമാരുടെ ശക്തമായ ശാന്ത സംരക്ഷിച്ചാലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിച്ചുള്ള സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുക്കളും ഭക്ഷണങ്ങളും തോന്ന മാനസികമായ ശാരീരിക ആത്മീയമായുള്ള മാനുഷികമോ പ്രാപഞ്ചികമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:2 മർക്കോസ് 16:5 1 3 പിശാചിന്റെ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മന്ത്രി വചന സത്യ സകലവിധ പ്രകൃതിശം ഇടിമിന്റെ ഇടിവിട്ട നാശഘട്ടങ്ങള് ഉറപ്പ് ഉദ്ദേശ വാസു വൈരാഗം തർക്കം കലാങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ദുരികാസ് ദ്രവ്യാസ് ഗോപാസ് ഭക്ഷണാസതി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധ അഹങ്കാര അസൂയ അലസ മോഹം കോപം കുതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാസം പഠനാസം കോടതിയിൽ സാമ്പത്തിക തൊട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികം ബാഹ്യം ചെറുതും രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അവകാശതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ ജപവാചന തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശം കിട്ടാൻ തടസ്സങ്ങള് വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങള് അനുപിന്യപ്പെട്ട പൈശാചി അരിവി അന്ധകാര ശക്തികളെ സാത്താൻ ശക്തികളെ ദുഷ്ടശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. യേശുവരെ കുരിശിലേക്ക് ആട്ടിപ്പായിക്കുന്നു.
ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുടെ പേഴ്സ് വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിക്കാമോ? യേശുവേ യേശുവേ യേശുവേ. കരമടിച്ചുകൊണ്ട് ശക്തിയോടെ കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ വരുമേ വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ചെന്നുപാടി. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഇരുകരത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷിയാ ദിയാ 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 ദിയാ. നമ്മുടെ നിക്ഷേപം മുഴുവനും യേശുവിൽ വെച്ചുകൊണ്ട് സ്തുതിക്കുന്നു. നമ്മുടെ ഹൃദയം മുഴുവനും യേശുവിൽ വെച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഷിയാ റിയാ 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 റിയാ. ഹാലുലിയ. പണത്തേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും കരങ്ങളെടുത്ത് സ്തുതിക്കും. ഹാലുലിയ 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 ഹാലുലിയ. സാക്ഷികളാക്കി മാറ്റണമേ, പ്രേക്ഷകരാക്കി മാറ്റണമേ, ശുശ്രൂഷകരാക്കി മാറ്റണമേ കർത്താവ്. ശബ ഹാല ബാല 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 ബാല. ശബ ഹാല ബാല 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 ബാല. തടസ്സങ്ങൾ ബന്ധനങ്ങൾ അഴിയട്ടെ 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 അഴിയട്ടെ. ശബ ഹാല ബാല 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 ബാല. ഹാലുലിയ 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 ഹാലുലിയ. ഷിയാ റിയാ 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 റിയാ. ശരി ശരി സ്വസ്ഥാന്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിയാ റിയ 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 റിയ. സ്വസ്ഥാന്തിരുന്നുകൊണ്ട് ശബ്ദമുയർത്തി ശക്തമായി സ്തുതിക്കുക. ഹാലേലിയ 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 പറഞ്ഞ് സ്തുതിക്കുന്നു. ഷിയാരിയ. പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യം കർത്താവ് ചില മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധമ്മയുടെ ശക്തമായ സാന്നിധ്യം കാണിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കർത്താവ് എടുത്തു മാറ്റി ചിലർ അനുഗ്രഹിക്കുന്നുണ്ട്. വേരിക്കോസ് രോഗം ഉള്ളവർ പ്രത്യേകം പ്രാർത്ഥിക്കുക. വേരിക്കോസ് മുതലുള്ള അത് പൊട്ടി വേദന, അവിടെ ചൊറിച്ചിൽ കർത്താവ് ഒരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ വേദനയും അത് പൊട്ടിയത് മൂലമുള്ള ബുദ്ധിമുട്ടാണ്, അത് ചൊറിച്ചിലുണ്ട്. കർത്താവ് പൂർണ്ണ സൗഖ്യം അനുസരിച്ച് അനുഗ്രഹിക്കുക. ബ്ലീഡിങ് പൂർണ്ണ സൗഖ്യം നൽകിയ ഒരാളെ അനുഗ്രഹിക്കുന്നുണ്ട്. ബ്ലീഡിംഗ് ഉള്ള ആ വ്യക്തി പ്രാർത്ഥിച്ചോ പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വാച്ച് കിട്ടുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അഞ്ചു എന്ന മകളെ കർത്താവ് പ്രത്യേകം അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയർലൻഡ് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോഡിയം കുറയുന്ന അവസ്ഥ കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മോൾക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന കേട്ട് മോൾക്ക് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ദശാംശം കൊടുക്കാൻ ഈശോ പറയുകയാണ്. ഞരമ്പുകൾ വലിയുന്ന രോഗാവസ്ഥയുള്ള ഒരാൾക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസമുട്ടുള്ള ഗർഭിണിയായ ഒരു മകളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കാൽവിരൽ മുറിച്ച് മാറ്റാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും മനസ്സിൽ പേടിയും അസ്വസ്ഥയും അനുഭവപ്പെടുന്ന വ്യക്തിയോട് ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. തൈറോയിഡ് രോഗാവസ്ഥയുള്ളവർ പ്രത്യേകം പ്രാർത്ഥിക്കുക. തൈറോയിഡ് രോഗികൾ പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹാർട്ട് സംബന്ധമായ രോഗാവസ്ഥയുള്ള ഒരു വ്യക്തിയെ ആ വ്യക്തി ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഉറക്കക്കുറവുള്ള ഷീല എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്ത മകനോട് ഒരു തുറന്ന കുംസാരം നടത്തി ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ഈശോ പറയുന്നു. ചിപ്പി, ബെൻസി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കാൽമുട്ടിൻ്റെ ചിരട്ട തെന്നി പോകുന്ന അവസ്ഥ, ഓപ്പറേഷൻ വന്നിരിക്കുന്ന ആ വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാനുള്ള ഒരു വ്യക്തിയുടെ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വീട്ടിൽ ഒത്തിരി തടസ്സവും അസ്വസ്ഥതയും അനുഭവപ്പെടുന്ന ഒരു ഡോക്ടറോട് ദശാംശം കൊടുക്കാൻ ഈശോ പറയുന്നു. അപ്പോൾ നിന്റെ വീട്ടിലെ അസ്വസ്ഥത തടസ്സം മാറുന്ന ഡോക്ടർക്ക് സന്ദേശം തരുന്നു. പാലായിൽ നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അധ്യാപികയായ ജെസ്സിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ജെസ്സിയോട് ദശാംശം കൊടുക്കാൻ ഈശോ പറയുന്നു. ഉപ്പിറ്റി വേദന 9 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഒരു ബ്രസ്റ്റ് ക്യാൻസർ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകളാണെന്ന് ഈശോ കാണിക്കുന്നു. ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നൊരു മകന് വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നൊരു കുട്ടിയെ കർത്താവ് സുഖപ്പെടുന്നു. പുറം പൊട്ടി ഒലിച്ച്
കിടക്കുന്ന ഒരു കിടപ്പ് രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു തുറന്ന കുമ്പസാരം നടത്താൻ രോഗിക്ക് സന്ദേശം തരുന്നു. കരൾ രോഗം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ എട്ടുകാലി ശല്യമുള്ള ഒരു ഭവനം കാണിക്കുന്നു. ആ വീട്ടിൽ എല്ലാവരും തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. അക്രൈസ്തവനായ ഒരു സഹോദരനുമായി വാക്ക് തർക്കത്തിലായിരിക്കുന്ന ഒരു മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഉദര സംബന്ധമായ ബുദ്ധിമുട്ട് മൂലം എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ഒരാളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഭവ്യ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കഴുത്തിൽ കോളർ ധരിച്ചിരിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ഓട്ടോ ഡ്രൈവറുടെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. എരിവുള്ള ആഹാരം കഴിക്കുമ്പോൾ വയറ്റിൽ അസ്വസ്ഥത വരുന്ന ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിട്ടുമാറാത്ത ചുമയുള്ള ഒരു സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വവ്വാൽ ശല്യമുള്ള ഒരു കുടുംബത്തിൽ കർത്താവ് വവ്വാൽ ശല്യം ആ കുടുംബത്തിൽ നിന്നും അവരുടെ വാഴത്തോട്ടത്തിൽ നിന്നും കർത്താവ് വിടുതൽ നൽകി കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. തലച്ചോറ് സംബന്ധമായ രോഗാവസ്ഥയുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വക്കീലായ ഒരു മകളുടെ മാനസിക സമ്മർദ്ദം കർത്താവ് എടുത്തു മാറ്റുന്നു. പരിശുദ്ധമ്മയുടെ ജപമാല ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ആൻഡ്രൂസ് എന്ന വ്യക്തിയുടെ ഭവന നിർമ്മാണ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പ്രമേഹം കൂടി കാല് മുറിച്ച് മാറ്റണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു വ്യക്തിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബുക്കുകൾ ധാരാളം വായിക്കുന്ന, വായന ഏറെ ഇഷ്ടമുള്ള ഒരു സഹോദരിയുടെ തലകറക്കം കർത്താവ് സുഖപ്പെടുത്തുന്നു. സൈമൺ എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഹാർട്ട് സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പണം പലിശയ്ക്ക് കടം കൊടുക്കുന്ന വ്യക്തിയോട് ഇനി പണം പലിശയ്ക്ക് കടം കൊടുക്കരുത്, ഇനി അങ്ങനെ ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്യുന്ന ഒരു മകൻ്റെ ആർത്രൈറ്റിസ് രോഗം കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ആമാശയത്തിൽ കുരുക്കളുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അലർജിയുള്ള സഹോദരിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 6 മാസത്തോളമായിട്ടുള്ള വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ജെയിംസ് എന്ന മകൻ്റെ വിദേശയാത്ര തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. നടുവേദനയ്ക്ക് ആയുർവേദ ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു സഹോദരൻ്റെ ലിവർ സിറോസിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പാല എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന ജോർജിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. തേൻ വിറ്റ് ജീവിക്കുന്ന ഒരു മകൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കർത്താവ് ഇടപെടുന്നു. വാടക വീട്ടിൽ താമസിക്കുന്ന ഷാൻറ്റി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. രാത്രിയിലും മസിൽ കയറുന്ന അവസ്ഥയുള്ള 4 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 15 വർഷത്തോളമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആക്സിഡന്റിനെ തുടർന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. കണ്ണിലെ ലെൻസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ അസ്വസ്ഥത കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഇയർ ബാലൻസിൻ്റെ അസുഖമുള്ള മേരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. BP ലോയായി എപ്പോഴും തലകറക്കം വരുന്ന ആൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പുതിയ വാഹനം വാങ്ങാനുള്ള കൃപ നൽകി റിൻസ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബ്ലഡിൻ്റെ കൗണ്ട് കുറവുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വൈറൽ ഫീവർ ബാധിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ രോഗപീഠ കർത്താവ് എടുത്തു മാറ്റി വിടുന്നതിന് അനുഗ്രഹിക്കുന്നു. വിദേശത്തുള്ള ഒരു വ്യക്തിയുടെ ശക്തമായ പനി കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഡേവിഡിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. എപ്പോഴും ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ടെൻഡൻസിയുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കഫക്കെട്ട് കൂടി ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു കുട്ടിയുടെ മലബന്ധം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലാബ് ടെക്നീഷ്യനായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു വാഴത്തോട്ടം കാണുന്നു. ഒത്തിരി അസ്വസ്ഥതകൾ ഈശോ കാണിക്കുന്നു. ആ വാഴത്തോട്ടത്തിൽ ആ വാഴകൾ ചീഞ്ഞു പോകുന്ന അവസ്ഥ അതെല്ലാം കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. വെഞ്ചിരിച്ച കല്ലുപ്പ് വിതറി ആ വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പലതവണ പരാജയപ്പെട്ട എക്സാം പാസ്സാവാൻ ഇടയാക്കി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഷിയാരിയ തൊണ്ടയിൽ എന്തോ പോയി, അതിനുശേഷം ശക്തമായ തൊണ്ടവേദന, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഷിയാരിയ വലിയ വിഷയത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഷിയാരിയ ആലോലിയ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ത്രേസ്യാമ്മ. കൂരാച്ചിൻ്റെ പുറവനയിലെ കരികണ്ടമ്പാറ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ 1 മാസത്തിന് മുമ്പ് ഒരു ദിവസം ഇവിടുത്തെ ഓൺലൈൻ ശുശ്രൂഷ ഫോണിൽ കൂടെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ റാഫേൽ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുന്ന രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് യൂറിൻ ബ്ലാഡർ താണു നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമെന്നല്ലായിരുന്നു, ശുശ്രൂഷ കൂടുക മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഈശോയെ എനിക്കും ആ ഒരു അസുഖം ഉണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ഈശോയെ അവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഈശോ സുഖപ്പെടുത്തുന്നത്, എന്നാലും ഈശോയെ അവരെ സുഖപ്പെടുത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണേ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാനത് കാര്യം മറന്നുപോയി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ രോഗം എന്നിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറിയിരുന്നു. 10 വർഷത്തോളമായി ഞാൻ ആ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു കുറച്ചും കൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്ന് റെസ്റ്റ് എടുക്കാൻ സമയമൊക്കെ ആയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അങ്ങനെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വലിയൊരു സൗഖ്യ അനുഭവമാണ് ആ സഹോദരി നമ്മോട് പങ്കുവെച്ചത്. വർഷങ്ങളോളമായിട്ടുള്ള ആ മകളുടെ പീഡയാണ്
ഈ ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തിയത്. പിന്നീട് അത് കരുതി അതിനല്ലാന്ന് കരുതി, പക്ഷെ പിന്നീടാണ് തിരിച്ചറിയുക, ഈ സൗഖ്യം തിരിച്ചറിഞ്ഞ് അത് പെട്ടെന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക. സ്നേഹമുള്ളവരെ, ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ വിളിച്ചു പറയുന്ന അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ കരുതും വേറെ പലതായിരിക്കും, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇത് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതും. പക്ഷെ പിന്നീട് അത് തിരിച്ചറിയും. ഒരാഴ്ച 2 കഴിയുമ്പോൾ വർഷങ്ങളോളമായിട്ടുള്ള രോഗപീഠകൾ, അസ്വസ്ഥതകൾ പലതും വീട്ടിൽ നിന്ന് വിട്ടുപോയതായിട്ടും ശരീരത്തിൽ നിന്ന് വിട്ടുപോയതായിട്ടും ഒക്കെ കാണുമ്പോൾ അതൊന്ന് സാക്ഷ്യപ്പെടുത്താനുള്ളൊരു മനസ്സുണ്ടാവണം. നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സാക്ഷ്യം പറയാനുള്ളൊരു കൃപ കർത്താവേ ആ മകളെപ്പോലെ എനിക്കും തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി എല്ലാവരും സ്തുതിച്ചേ. വിശുദ്ധ കുർബാനയെ നോക്കി സ്തുതിക്കുന്നു. തോരല്ലോ ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. സാക്ഷിയാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. എൽറുഹ ധ്യാനകന്റെ ഒരു സാക്ഷിയാക്കി മാറ്റണേ. സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.